ഇന്ന് നോക്കാൻ പോകുന്ന ജുനിപ്പർ ഫയർവാൾ ഫിൽറ്ററിലെ ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി അതുപോലെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫയർവാൾ ഫിൽറ്റർ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഉണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അൺമാച്ച്ഡ് ട്രാഫിക്കിനെല്ലാം അത് ഡ്രോപ്പ് ചെയ്യും. ടേമിൽ അലോ ചെയ്യാത്ത പാക്കറ്റ്സിനെല്ലാം ആ ഒരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഡിസ്കാർഡ് ചെയ്യും. അത് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാക്കറ്റ് ആണെങ്കിലും അത് ഡിഫാൾട്ടായിട്ട് ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ചിൽ നിന്നൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെയിം നെറ്റ്വർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും സെയിം നെറ്റ്വർക്ക് ആയതുകൊണ്ട് ഇതൊരു സ്വിച്ചാണ്. ജുനിപ്പറിൻ്റെ EH3400 സ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ചിലേക്ക് എങ്ങനെയായാലും നമുക്ക് പിങ് കിട്ടും, സെയിം നെറ്റ്വർക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് പിങ് നമ്മുടെ ഗേറ്റ് വേ അഡ്രസ്സ് വരുന്നത് 100.1 ആണ്. അപ്പോൾ 192.168.100.1. ഓക്കെ, അപ്പോൾ നമ്മുടെ പിങ് സക്സസ്ഫുള്ളി വർക്ക് ആവുന്നുണ്ട്. അതുപോലെ ഈ സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ റൂട്ട് ലോഗിൻ, അതായത് SSH റൂട്ട് ലോഗിൻ എല്ലാം അലോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്വിച്ചിനകത്ത് നമ്മളൊരു ഫിൽറ്റർ കോൺഫിഗർ ചെയ്തിട്ട് അതിലൊരു പിങ് അലോ ചെയ്യാൻ വേണ്ടി ഒരു ടേം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ പിങ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ശേഷം ഉള്ള വരുന്ന എല്ലാ പാക്കറ്റിനെയും ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഡിസ്കാർഡ് ചെയ്ത് കളയും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഫിൽറ്റർ കോൺഫിഗർ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഞാൻ ഈ സ്വിച്ചിലേക്ക് ഒന്ന് SSH ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സ്വിച്ചിൻ്റെ IP ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്വിച്ചിൽ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, SSH വഴി ഞാൻ ഈ സ്വിച്ചിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ അകത്ത് കയറിയിട്ടൊരു ഫിൽറ്റർ കോൺഫിഗർ ചെയ്യാം. അതായത് ഒരു പിങ് അലോ ചെയ്യാനുള്ള, പിങ് ഓൾറെഡി അലോ ആണ്, എന്നാലൊരു ജസ്റ്റ് ഒരു ഫിൽറ്റർ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ് പാക്കറ്റ് മാത്രമേ അലോ ചെയ്യുള്ളൂ ആ ഫിൽറ്റർ കോൺഫിഗർ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ സ്വിച്ചിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് പോകുന്നുണ്ട്. റൂട്ട് എഡിറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു ഫിൽറ്റർ കോൺഫിഗർ ചെയ്യാം പിങ് പാക്കറ്റിനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെറ്റ് ഫയർവാൾ ഫാമിലി inet ഫിൽറ്റർ. ഇനി ഫിൽറ്ററിൻ്റെ പേര് ഞാനിവിടെ മൈ ഫിൽറ്റർ എന്നാണ് ഫിൽറ്ററിന് പേര് കൊടുക്കുന്നത്, മൈ ഫിൽറ്റർ. ഇനി ഫിൽറ്ററിൻ്റെ അണ്ടറിൽ നമുക്കൊരു ടേം കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ടേമിൻ്റെ പേര് അലോ ICMP എന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ, അലോ ICMP. ഓക്കെ, ഇനി നമുക്കൊരു മാച്ച് കണ്ടീഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രം. ഓക്കെ, മാച്ച് കണ്ടീഷൻ പിങ് ആണ്. ഓക്കെ, അപ്പോൾ പിങ് എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ICMP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ICMP. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു, അതായത് ഫ്രം എന്ന് പറഞ്ഞ മാച്ച് കണ്ടീഷനാണ്. മാച്ച് കണ്ടീഷൻ നമ്മൾ പ്രോട്ടോക്കോൾ ICMP കൊടുത്ത് ഈ ഒരു ICMP പാക്കറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം ലൈനിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം മാറ്റിയിട്ട് ഇവിടെ ദെൻ. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞ ആക്ഷൻ എന്താവണമെന്നോ, അതായത് ഈ ഒരു മാച്ച് കണ്ടീഷനെ മാച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ആക്ഷനാണ് വർക്ക് ആവേണ്ടതെന്ന് ഞാനിവിടെ അക്സെപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് കോൺഫിഗറേഷൻ, കമ്മിറ്റ്. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഫിൽറ്ററിനെ ഒരു ഇൻ്റർഫേസിലേക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഇൻ്റർഫേസ്, ഞാനൊരു ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസിലാണ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ
സെറ്റ് ഇൻ്റർഫേസ് എല്ലോ 0 യൂണിറ്റ് 0 ഫാമിലി ഐനെറ്റ് ഫിൽറ്റർ. നമ്മളതൊരു ഇൻപുട്ട് ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഫിൽറ്റർ. നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ എന്നാണ്. അതുകൊണ്ട് തന്നെ മൈ ഫിൽറ്റർ. ഓക്കെ, ഞാനൊന്ന് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെയിം ഞാൻ ആ കമ്പ്യൂട്ടറിൻ്റെ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ഒന്ന് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ചിൽ കണക്റ്റായ നമ്മുടെ ഈ ഒരു സെയിം കമ്പ്യൂട്ടറിൻ്റെ കമാൻഡ് പ്രോംപ്റ്റാണ്. അപ്പോൾ ഇവിടെ തൊട്ട് മുന്നേയായിട്ട് നമ്മൾ നോക്കിയപ്പോൾ SSH വഴി സ്വിച്ചിലേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ പിങ് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഫസ്റ്റ് നമുക്കൊന്ന് പിങ് ചെക്ക് ചെയ്ത് നോക്കാം. പിങ് 192.168.100.1. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം പിങ് സക്സസ്ഫുള്ളാണ്. ഓക്കെ, പാക്കറ്റ് 100% സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് SSH വഴി സ്വിച്ചിനൊന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. SSH റൂട്ട് @ 192.168.100.1. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം സ്വിച്ചിലേക്ക് നമുക്ക് ആക്സസ് ആവുന്നില്ല. തൊട്ട് മുന്നേ വരെ നമുക്ക് ആക്സസ് കിട്ടിയിരുന്നു. അതായത് ഈ ഒരു ICMP അലോ ചെയ്യാനുള്ള ഫിൽറ്റർ കോൺഫിഗർ ചെയ്ത് കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കണക്ഷൻ ടു ഹോസ്റ്റ് 192.168.100.1 പോർട്ട് 22 കണക്ഷൻ ടൈം ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു SSH റിക്വസ്റ്റ് നമുക്ക് കിട്ടാതിരിക്കാൻ കാരണം ഈ ജുനിപ്പർ ഫയർവാൾ ഫിൽറ്ററിലെ ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു SSH കണക്ഷൻ നമുക്ക് കിട്ടാഞ്ഞത്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഈ ഫയർവാൾ ഫിൽറ്ററിനെ ഞാൻ ഒന്ന് ഷോ ചെയ്യുന്നുണ്ട്. ഷോ ഫയർവാൾ ഫാമിലി ഐനെറ്റ് ഫിൽറ്റർ നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ. ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ കോൺഫിഗർ ചെയ്ത ഫയർവാൾ ഫിൽറ്റർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ സെറ്റ് മോഡിലൊന്ന് കാണിച്ചു തരാം. ഷോ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ് മാച്ച്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ കോൺഫിഗർ ചെയ്ത ഫിൽറ്റർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ഫിൽറ്റർ കാണിക്കുന്നുണ്ട് മൈ ഫിൽറ്റർ. അതുപോലെ അലോ ICMP പാക്കറ്റ് അലോ ചെയ്യാനുള്ള ഫിൽറ്റർ ആയതുകൊണ്ട് അലോ ICMP എന്ന് പേര് കൊടുത്ത്. ഓക്കെ, പേരൊക്കെ നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് അലോ ICMP എന്ന് കൊടുത്തു എന്നുള്ളൂ. ഇനി ഫ്രം എന്ന് പറഞ്ഞാൽ മാച്ച് കണ്ടീഷനാണ്. അതായത് എന്തിനാണോ മാച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് പ്രോട്ടോക്കോൾ ICMPനെയാണ്. അതായത് നമുക്ക് പിങ് ആയതുകൊണ്ട് തന്നെ പിങ് ഒരു ICMP പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതുകൊണ്ട് മാച്ച് കണ്ടീഷൻ ICMP പ്രോട്ടോക്കോൾ പറഞ്ഞു കൊടുത്ത്. ഇനി ആക്ഷൻ, ഇങ്ങനൊരു പ്രോട്ടോക്കോൾ ICMPനെ മാച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ആക്ഷനാണ് വർക്കാവേണ്ടതെന്നുള്ളത് തൊട്ട് താഴെ നമ്മൾ അതായത് ആക്ഷൻ എന്താണോ വേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നമ്മൾ accept ആണ് കൊടുത്തത്. അപ്പോൾ ഏതൊരു ICMP പാക്കറ്റ് വന്നാലും accept ആവും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മളെ ഫിൽറ്ററിനെ ആഡ് ചെയ്ത്. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് SSH ആക്സസ് കിട്ടാതെ ആയത്. അപ്പോൾ എന്താണ് കിട്ടാതെ ആയതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഫയർവാൾ ഫിൽറ്റർ നമ്മൾ കോൺഫിഗർ ചെയ്ത് കമ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജുനിപ്പറിലൊരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ താഴെയായിട്ടൊരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഉണ്ട്. ഓക്കെ, അതായത് അതെങ്ങനെയാണ് വർക്കാകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് അല്ലാതെ ഏതൊരു പാക്കറ്റ് വന്നാലും അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. അതായത് നമുക്ക് ആ പാക്കറ്റ് കിട്ടൂല. ഓക്കെ, അപ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഏത് പാക്കറ്റ് വന്നാലും അത് ഡിസ്കാർഡ് ചെയ്ത് കളയും. അപ്പം ഇപ്പോൾ നമ്മളെ കേസിൽ നമുക്ക് ഈ SSH കണക്ഷനൊക്കെ നമുക്ക് ആവശ്യമുള്ള കണക്ഷനാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ടെൽനെറ്റ് ഉണ്ടാവും, അങ്ങനെ പല കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ കോൺഫിഗർ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ സർവീസും നമുക്ക് ഇതുപോലൊരു ഫിൽറ്ററിലൂടെ കോൺഫിഗർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പുതിയ ടേം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഫയർവാൾ ഫാമിലി ഐനെറ്റ്
ഫിൽറ്റർ ഇനി ഫിൽറ്ററുടെ പേര് മൈ ഫിൽറ്റർ. ഓക്കെ, ഇനി ടേം, ഈ പുതിയൊരു ടേം നമുക്ക് കോൺഫിഗർ ചെയ്യണം. ഇവിടെ നമ്മൾ അലോ ICMP ഇനി കൊടുത്ത് ഇവിടെ നമുക്ക് അലോ ഓള്, അതായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ സർവീസിനെയും കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് അലോ ഓൾ, ടേമിൻ്റെ പേര് അലോ ഓള്. ഇനി ആക്ഷൻ, അതായത് ഇവിടെ മാച്ച് കണ്ടീഷനൊന്നുമില്ല, ഏതൊരു സർവീസ് ആണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ്. ഞാനിവിടെ കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മളെ പുതിയതായിട്ട് ആഡ് ചെയ്ത അലോ ഓൾ എന്ന് പറഞ്ഞ ഒരു ടേം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കാവുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോൾ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് കൂടാതെ വേറെ ഏത് പാക്കറ്റ്സ് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൻ്റെയും താഴെയാണ് നമ്മളെ ഡിഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് മേലെ ഇങ്ങനെ ഒരു അക്സെപ്റ്റ് കൊടുത്തുകൊണ്ട് ഈ ഡിനിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാ പാക്കറ്റ്സും നമുക്ക് അക്സെപ്റ്റ് ആവും. ഇനി നമുക്ക് ഏതെങ്കിലും ഡിസ്കാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പുതിയ ടേമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ പാക്കറ്റ്സും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇനി ഓക്കെ, നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഈ സ്വിച്ചിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് സ്വിച്ചിൻ്റെ ആക്സസ് കിട്ടിയിട്ടുണ്ട്. അതായത് SSH വഴി ഈ സ്വിച്ചിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ പാസ്വേഡ് ചോദിച്ചിട്ട് നമ്മൾ തൊട്ട് മുന്നേ ചോദിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എറർ ആയിരുന്നു കാണിച്ചത്, അതായത് കണക്ഷൻ ടൈം ഔട്ട് എന്നായിരുന്നു കാണിച്ചത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. AST123. ഓക്കെ, ഇപ്പോൾ സ്വിച്ചിൽ നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ജുനിപ്പറിലൊരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി വർക്കാവുന്നു. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നു. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്ത് അൺമാച്ച്ഡ് എല്ലാ ട്രാഫിക്കിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പുതിയൊരു ടേമിൽ പറഞ്ഞു കൊടുത്ത്. ഓക്കെ.